എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ജീവിതത്തെ കാണുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ജീവിതത്തെ കാണുന്നത് ഒരു യാത്രക്കാരന്റെ നടത്തം പോലെയാണ്. അതായത് ആ യാത്രക്കാരൻ ഇനി അയാൾക്ക് എന്ത് സംഭവിച്ചാലും അയാളുടെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി എത്രയൊക്കെ അയാൾ ക്ഷീണിച്ചാലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ആ ക്ഷീണം മാറ്റിയിട്ട് പിന്നെയും അയാളെ നടത്തം തുടരും. ഇനി പോണ വഴിക്ക് അയാളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും ഇനി അയാൾ ഒരു കുഴിയിൽ വീണാൽ തന്നെ അതിൽ നിന്ന് എഴുന്നേറ്റ് ആ മുള്ളിനെയൊക്കെ പറിച്ചെടുത്തിട്ട് അയാൾ ആ നടത്തം തുടരും. പിന്നെ അയാൾക്ക് എത്തേണ്ട സ്ഥലത്തിന് നേരെയുള്ള പാതയിലൂടെ മാത്രമേ അയാൾ സഞ്ചരിക്കുള്ളൂ, അല്ലാതെ മറ്റുള്ള പാതയിലൂടെ അയാൾ പോകില്ല. മുന്നോട്ട് 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 എന്നല്ലാതെ അയാൾ ഒരിക്കലും പിറകോട്ടും സഞ്ചരിക്കില്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എത്രയൊക്കെ അയാൾ ക്ഷീണിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ അയാളെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കും. ഐ തിങ്ക് ലൈഫ് ഈസ് ലൈക്ക് എ വാക്ക് ലൈക്ക് ദിസ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് സത്യത്തിൽ ഈ യാത്രക്കാരന്റെ നടത്തം പോലെയാണ്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എത്രയൊക്കെ നമ്മൾ തോറ്റുപോയാലും തളർന്നു പോയാലും അവിടെ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് നമ്മൾ നമ്മുടെ നടത്തം തുടരുക തന്നെ ചെയ്യണം. മുന്നോട്ട് മുന്നോട്ട് എന്നല്ലാതെ പിറകോട്ടൊരിക്കലും നമ്മൾ നടക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യത്തിന്റെ നേരെയുള്ള പാതയിലൂടെ അല്ലാതെ നമ്മൾ ഒരിക്കലും സഞ്ചരിക്കാനും പാടില്ല.